മഴ പെയ്തപ്പോൾ പോരാപ്പേരി മഴ സ്റ്റേജിൽ ഇങ്ങനെ ഇഫക്റ്റുകൾ എന്തൊക്കെ മൂപ്പറിന്റെ കപ്പിൽ നാടകത്തിനൊക്കെ പോകുമ്പോൾ ഇവർക്കാണ് ഫസ്റ്റ് കിട്ടുന്നത്. അതുപോലെ വേറെയുള്ള കുട്ടികളുടെ മേക്കപ്പ് ചെയ്ത് മോൾഡിങ്, മറ്റേ നാടോടി നൃത്തം, മറ്റൊരു എന്താ പരിപാടി, പ്രച്ഛന്ന വേഷം ഒക്കെ ഫസ്റ്റ്, കാരണം ഇവന്റെ മേക്കപ്പ്. പിന്നെ നമ്മൾ വേറെ ഈ വീടിന്റെ ഒരു കാര്യം എടുത്താൽ വീട് പണിയെ പറ്റി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അതിന്റെ എഞ്ചിനീയറിംഗ് ഇതൊക്കെ ഒരു ഓഡിറ്റോറിയം, ഇപ്പൊ ഇടയ്ക്കൊരു ഓഡിറ്റോറിയം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ ഒരു സ്റ്റേജിൽ വലിയൊരു കർട്ടൻ ഒരു സ്വിച്ചിട്ട പൊന്തി, ജനലിന്റെ കർട്ടൻ കംപ്ലീറ്റ് സ്വിച്ചിട്ട പൊന്തി, പിന്നെ റിമോട്ടിലും പിന്നെ ഓടുന്ന ഗേറ്റ്, പിന്നെ നമ്മുടെ റെയിൽവേ ഗേറ്റ് കംപ്ലീറ്റ് ഇപ്പോൾ അതിനൊരു പ്രശ്നം നടന്നില്ല. എല്ലാ ഗേറ്റും റിമോട്ട്, എന്നാൽ ഒരാൾ വന്ന് ഇറങ്ങി വന്ന് തുറന്ന സമയങ്ങളുണ്ടായി. അവനെ പറ്റി പറഞ്ഞിറങ്ങില്ല, അതുമാത്രം കഴിവുള്ള ഒരാളാണ്. പക്ഷെ ആ കഴിവൊന്നും നോക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പൊ വലിയ അതുപോലെ വേറെ എൻ്റെ ഒരു അധ്യാപകനായ ഒരു സുഹൃത്തിൻ്റെ മകനുണ്ട്, എഞ്ചിനീയറിംഗിന് പോയിട്ട് മാഷ് പറഞ്ഞു, എൻ്റെ മകന് ഒരു സൂചിയുടെ കുഴയിൽ കൂടെ ഒരു മൂന്ന് കേൾക്കാൻ പോലും കഴിയില്ല എന്നുള്ളത്. അപ്പോൾ എഞ്ചിനീയറാണ്. അങ്ങനെ എഞ്ചിനീയറായിട്ട് വന്ന് പല വാതിലുകൾ പൊട്ടി നോക്കി. എഞ്ചിനീയറിംഗ് എവിടെയും ഒരു സീറ്റും ആരും സ്വീകരിച്ചില്ല. അവസാനം ടെസ്റ്റുകൾ പലതും എഴുതി, ബാങ്കിന്റെ ടെസ്റ്റുകൾ നടന്നു 4 കൊല്ലം ബാങ്കിന്റെ ടെസ്റ്റ് തന്നെ എഴുതി അവസാനം ബാങ്കിൽ ഒരു കാഷ്യറായിട്ട് പറ്റുകയാണ്. കാരണം മറ്റുള്ള കഴിവുകളില്ല, ഈ പഠിക്കാനുള്ള ഈ കഴിവ് മാത്രമേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഇതുപോലത്തെ കുട്ടികളെ ഞാൻ പറയുമ്പോൾ എൻ്റെ കസിന്റെ കാര്യം വരാം, അവനെ സത്യം പറഞ്ഞാൽ നമ്മുടെ പോളിസി മാറ്റിയെടുത്തിട്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇവനിങ്ങനെ വായിക്കാൻ തിയററ്റിക്കലായിട്ട് കുറച്ച് ബാക്ക്വേർഡ് ആണെങ്കിലും അവനെപ്പോലത്തെ ആൾക്കാർക്ക് അവനെപ്പോലെ ഒരാളെല്ലാം മെഡിക്കൽ ഫീൽഡിൽ അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ട് ഒരു ഓർത്തോപെഡിക് സർജൻ ആ എല്ലി യോജിപ്പിക്കുന്നതും അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, വളരെ ഭംഗിയായിട്ട് ഇവർ വളരെ കറക്റ്റായിട്ട് ഇവർക്ക് യോജിപ്പിക്കാൻ പറ്റും. ഇവന് തിയറി അറിയില്ല എന്നുള്ളത് പ്രാക്ടിക്കലായിട്ട് അവനുമായി ഡോക്ടറിന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഡോക്ടറെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ആ സാധനം കുറച്ചുകൂടെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇപ്പുറത്തൊരു സ്കൂൾ ചെയ്ത് കൊടുക്കും. അങ്ങനത്തെ കഴിവുണ്ട്, നമ്മൾ അവനെടുക്കുന്നില്ലല്ലോ. അവൻ നമ്മൾ പിന്തള്ളി, അവനൊരു കഴിവില്ല, അവന് പഠിക്കാനുള്ള ഈ മാർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കില്ലേ. അതുപോലെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ ഇങ്ങനെയുള്ള ഈ പഠിക്കാനുള്ള കഴിവുള്ള കുട്ടികളെ, ഡാൻസ് ചെയ്യാൻ പാട്ട് പാടാനുള്ള കഴിവുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കേണ്ട എന്നല്ല പറയുന്നത്. തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ചില്ല മറ്റുള്ളവർക്ക് പ്രചോദനം ഉണ്ടാവുള്ളൂ. അതുപോലെ പല കഴിവുകളുടെ കുട്ടികളുണ്ട്. ഇത് മാത്രമല്ല കഴിവില്ല, മൊബൈലിനെ പറ്റി പറഞ്ഞതുപോലെ ഒരു ഫംഗ്ഷൻ മാത്രമല്ല, ഒരുപാട് കഴിവുകൾ നമുക്കുണ്ട്. അപ്പോൾ ഈ മുന്നോട്ട് നമ്മൾ മുന്നേറാൻ വരാത്ത കുട്ടികൾക്കും പല കഴിവുകളുണ്ട്, അവരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞില്ല, ഈ കഴിവുകൾ എന്ന് പറയുന്നത് അവന്റെ കഴിവല്ല, സത്യത്തിന് ജനിച്ചപ്പോൾ ചിട്ടിക്കാണ്. ഒരു കുട്ടി ജനിച്ചത് ഭയങ്കര സുന്ദരനാണ്, വേറൊരു കുട്ടി ജനിച്ചത് വിരൂഢനാണ്. എന്നാൽ നമ്മളാരെങ്കിലും ആ സുന്ദരനായ കുട്ടി ആരെങ്കിലും അഭിനന്ദിക്കണ്ടേ, എന്തൊരു സൗന്ദര്യം. അതുപോലെ വിരൂഢനായ കുട്ടി എന്തൊരു വൈദ്യുതി നിന്നെ കാണാൻ ആരും പറയാറില്ലല്ലോ, കാരണം നമുക്കറിയാം അത് അവന്റെ കുഴപ്പമില്ല. അതുപോലത്തെ കഴിവുകളെ മറ്റുള്ള കുട്ടികൾക്ക് കിട്ടിയത് പഠിക്കാനും പാടാനും കഴിവ് ജന്മനാൽ കിട്ടിയ കഴിവായി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ ആ കഴിവ് കുറഞ്ഞ കുട്ടികൾക്ക് വേറെ പല കഴിവുകളുണ്ട്, നമ്മൾ കണ്ടെത്തുന്നില്ല. അവരെയും നമ്മൾ ഇതുപോലെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒരു ഒരു സന്ദേശത്തോടു കൂടി ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.